വിദ്യാഭ്യാസ നിലവാരവും മികച്ച വിജയവും ഉറപ്പാക്കാൻ സ്മൈൽ എന്ന പദ്ധതിയിലൂടെ ഊർജിത പ്രവർത്തനങ്ങൾ നടപ്പാക്കുകയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്. മുകുളം പദ്ധതി ഉൾപ്പെടെ നടപ്പാക്കി മികച്ച വിജയം ഉറപ്പിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് ഇടപെട്ടതിന്റെ പിൻബലവും സ്മൈൽ പദ്ധതിക്കുണ്ട്. പല കാരണങ്ങളാൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രത്യേകം പരിശീലനം നൽകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഏജനെറ്റിനോട് പറഞ്ഞു. ഇപ്പോൾ സ്മൈൽ എന്ന പേരിലാണ് ജില്ലയിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇപ്പോൾ കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥ മനസ്സിലാക്കാനും പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് പ്രത്യേകമായിട്ടുള്ള കോച്ചിങ് നൽകുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ പരിശീലനം കൊടുക്കാൻ വിവിധ വിഷയങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള മൊഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ട്. അധ്യാപകർക്ക് പരിശീലനം കൊടുത്ത് അങ്ങനെ ജില്ലയിൽ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള മികച്ച അധ്യാപകരാണ് ഡയറ്റിൻ്റെ നേതൃത്വത്തിലാണ് അതിനാവശ്യമായിട്ടുള്ള മൊഡ്യൂൾ തയ്യാറാക്കുന്നത്, സിലബസ് തയ്യാറാക്കി കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നത്. അതുപോലെ വിവിധ ഘട്ടങ്ങളിൽ മോഡൽ എക്സാം നടത്തുന്നുണ്ട്. ചില കുട്ടികൾക്ക് കൗൺസിലിംഗ് വേണ്ടിവരും. അപ്പോൾ അത്തരം സൗകര്യങ്ങളെല്ലാം നൽകിക്കൊണ്ടാണ് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. പഠനകാര്യങ്ങളിൽ ആർലഫാം ഹയർ സെക്കൻഡറി സ്കൂളിനെ ജില്ലാ പഞ്ചായത്ത് പ്രത്യേകം പരിഗണിക്കുന്നുണ്ട്. ഇപ്പോൾ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയുള്ള വിദ്യാലയം ആർലഫാം ഹയർ സെക്കൻഡറി സ്കൂളാണ്. ആദിവാസികൾ മാത്രം പഠിക്കുന്ന വിദ്യാലയം. അപ്പോൾ അവിടുത്തെ കുട്ടികൾ സ്ഥിരമായി സ്കൂൾ വരാത്തൊരു പ്രശ്നമുണ്ട്. രക്ഷിതാക്കൾക്ക് അതിനെ സംബന്ധിച്ച് ധാരണയില്ല. അപ്പോൾ ആ കുട്ടികളെ ഒരു മാസം സ്കൂളിൽ താമസിപ്പിച്ച് പഠിപ്പിക്കാം. അധ്യാപകരും കുട്ടികളെല്ലാം സ്കൂളിൽ താമസിക്കുകയാണ്. അതിന് പ്രത്യേക ഫണ്ടെല്ലാം കൊടുത്തുകൊണ്ടാണ് പരിശീലനം കൊടുത്തിട്ടാണ് അവരെല്ലാം പരീക്ഷയ്ക്കെത്തുന്നത്. അപ്പം അങ്ങനെ പരീക്ഷിക്കുമ്പോൾ എല്ലാ കുട്ടികളും വിജയിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോ കുട്ടികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. സ്മൈൽ പദ്ധതിയുടെ ഭാഗമായി പുതിയ അധ്യയന വർഷം ജില്ലാ പഞ്ചായത്ത് പ്രതിനിധി സംഘം ജില്ലയിലെ വിവിധ സ്കൂളുകൾ സന്ദർശിച്ചപ്പോൾ ലാബ് സൗകര്യത്തിലെ അപര്യാപ്തത ഉൾപ്പെടെ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിഹരിക്കും. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള 73 വിദ്യാലയങ്ങളുണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലയിൽ. അപ്പോൾ ആ 73 വിദ്യാലയങ്ങളിൽ ഞങ്ങൾ സന്ദർശിച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെ ടീം സന്ദർശിച്ച് അവിടുത്തെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ മുൻഗണന കൊടുക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ടും കാണുന്ന ഇത്തവണ ലാബുകൾ പല സ്കൂളുകളുടെയും വളരെ കുറച്ച് മോശമാണ്. അപ്പോൾ അത് മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിന് കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഇല്ല എന്നുള്ളൊരു പ്രശ്നം പല സ്കൂളുകളുമുണ്ട്. അപ്പോൾ അതും മെച്ചപ്പെട്ട നിലയിലാക്കാനുള്ളൊരു ശ്രമം ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഫർണിച്ചറുകളുടെ ആവശ്യകത ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനും പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് പദ്ധതി നടപ്പിലാക്കണമെന്നാണ് ജില്ലാ പഞ്ചായത്ത് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഘട്ടം ഘട്ടമായി ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പരിശ്രമം നടപ്പിലാക്കി മുന്നോട്ടേക്ക് പോകുമെന്നുള്ളതാണ് ലക്ഷ്യം പറയുന്നത്. ജില്ലാ പഞ്ചായത്തിന് കീഴിലെ സ്കൂൾ മാത്രമല്ല ജില്ലയുടെ ആകെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്തും സ്മൈൽ പദ്ധതിയുടെ ഭാഗമായിട്ട് ശ്രമിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ജില്ലയിലെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനായെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഞങ്ങൾക്ക് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ കിഫ്ബി വഴി ജില്ലയിലെ വിദ്യാലയങ്ങൾക്കെല്ലാം വലിയ സഹായം കിട്ടിയിട്ടുണ്ട്. പലപ്പോഴും നല്ല കെട്ടിടങ്ങളില്ലാത്ത ക്ലാസ്സുകളില്ലാത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് എല്ലാ സ്കൂളുകളിലും ആവശ്യത്തിന് കെട്ടിടങ്ങളായി. ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിലേക്ക് അധികൂട്ടിലൊക്കെ വന്ന സ്ഥലത്തെ പ്രശ്നമുള്ളൂ. അപ്പോൾ അതൊരു വലിയ പിന്തുണയാണ്. കോടിക്കണക്കിന് രൂപയാണ് അതിൻ്റെ ഭാഗമായി ജില്ലയിലെ വിദ്യാലയങ്ങൾ കിട്ടിയുള്ളത്. ഇപ്പോൾ 1 കോടി മുതൽ 25 കോടി രൂപ വരെ കിഫ്ബി വഴി സഹായം കിട്ടിയ വിദ്യാലയങ്ങൾ ഇതിലൊക്കെ. അതുപോലെ തന്നെ മെച്ചപ്പെട്ട ലാബ്, ലൈബ്രറി സൗകര്യങ്ങളും ഒക്കെ സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ ഇതിൻ്റെ ഭാഗമായി വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് ജില്ലാ പഞ്ചായത്തും പദ്ധതി നടപ്പിലാക്കി മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ആ നിലയിൽ എല്ലാവരുടെയും പിന്തുണ, MLA-മാർ, MP-മാർ, ഇവരുടെയൊക്കെ പിന്തുണ വിദ്യാലയങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഏജനെറ്റ് ന്യൂസ്.